ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഉദ്ഘാടനം. കാസർഗോഡ് 4 ലക്ഷത്തിലധികം പേർ അണിനിരക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന NDA സംസ്ഥാന പദയാത്രയെക്കുറിച്ച് അവകാശപ്പെട്ടതിങ്ങനെ: കാണിച്ചു കൊടുക്കണം. അതിനുള്ള ഉത്തരമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണാൻ പോകുന്ന ഈ അപൂർവമായ ഒരു ദൃശ്യം. എന്നാൽ പ്രവർത്തക പങ്കാളിത്തമില്ലാതെ ശുഷ്കമായ വേദിയിലായിരുന്നു ജാഥയുടെ തുടക്കം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെയുള്ള 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പരമാവധി പ്രവർത്തകരെ എത്തിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. ഈ അവസരത്തിൽ ഇത്രയും മനോഹരമായ സ്വീകരണം എനിക്ക് വേണ്ടി ഒരുക്കിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാം. കാണേണ്ടതായിരുന്നു മോളെ, പൂഴി വാരി എറിഞ്ഞ നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടും നേതൃത്വം പ്രതീക്ഷിച്ച പോലെ പ്രവർത്തകരെത്തിയില്ല. എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കില്ല, അതൊരു ശാപമാണ്. അതിന്റെ ഈ അനുഭവിക്കുന്നതൊക്കെ. കസേരകൾ പകുതിയിലധികം കാലിയായി കിടന്നു. ഉദ്ഘാടകനായി നിശ്ചയിച്ച ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദ അവസാന നിമിഷം യാത്ര മാറ്റിവെച്ചതിനാൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് പദയാത്ര ഉദ്ഘാടനം ചെയ്തത്. പ്രമുഖ വ്യക്തികളൊക്കെ അവസാനം ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ കാസർകോട്ടെ ബി.ജെ.പി. RSS നേതാക്കൾ മാത്രമാണ് പരിപാടിയിലേക്ക് എത്തിയത്. സഹിക്കാൻ പറ്റില്ല. കേരള പദയാത്ര എന്നാണ് പേരെങ്കിലും കേരള പദയാത്ര എന്നാണ് പേരെങ്കിലും 20 പാർലമെന്റ് മണ്ഡലത്തിലും പ്രത്യേകം റിക്രൂട്ട് ചെയ്ത പ്രവർത്തകരുമായി 7 കിലോമീറ്റർ വീതം മാത്രമാണ് നടക്കുന്നത്. ഓൻ ചരിത്രം ആവർത്തിക്കാണല്ലോ. തുടർന്ന് വാഹനത്തിൽ അടുത്ത പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പോകും. ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാധീന കേന്ദ്രത്തിൽ നിന്ന് കേരള പദയാത്ര തുടങ്ങിയിട്ടും പ്രവർത്തകരില്ലാതെ ഉദ്ഘാടന ചടങ്ങ് നിറം മങ്ങിയതിന്റെ ഞെട്ടലിലാണ് നേതൃത്വം. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. സമയമില്ല, ഞാൻ ചേട്ടനെ കൂടെ വന്ന് കണ്ടുകൊണ്ടേ ഇരുന്നോളാം.